ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഇങ്ങനെയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരാൻ കാരണം വളരെ ദിവസമായി മാനസികമാകുന്ന ചില വിഷമങ്ങളും അനുഭവിച്ചിട്ട് ഒരു സമാധാനം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിനിടയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ ബെന്നി പാസ്റ്ററിനെ കുടുംബത്തിനകത്ത് ഉണ്ടായ ദാരുണമായ സംഭവത്തെ വളരെയധികം വേദനാജനകമാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയത് കാരണം ഒരു സമാധാനം ആ കുടുംബത്തിനകത്ത് പറയുവാനോ കൊടുക്കുവാനോ പറ്റാത്തൊരു സാഹചര്യത്തിന് നടുവിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിനകത്തുണ്ടായത്. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട കുറ്റിച്ചിൽ എന്ന് പറഞ്ഞ ദേശത്ത് ഉണ്ടായ സംഭവം. എരുമക്കുഴി വീട്ടിൽ പ്രിയ ബെൻസൺ ആത്മഹത്യ ചെയ്യുവാനുണ്ടായ കാരണം വളരെ സ്നേഹമുള്ള, വളരെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കുടുംബത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് പ്രിയ ബെൻസൺ. ജനിച്ചു വളർന്നത് ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു. ബാംഗ്ലൂരിൽ ശുശ്രൂഷയുടെ ഭാഗത്തായിരുന്ന സമയത്ത് അവിടെ ജനിച്ചു വളർത്തപ്പെട്ട രണ്ട് മക്കളാണ് പ്രിയ ബെന്നി പാസ്റ്ററിന് സംഗീതയ്ക്കും ഉള്ളത്. അതിൽ മൂത്ത പൈതൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ദുബായിയുടെ പ്രദേശത്ത് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇളയ പൈതൽ കുറ്റിച്ചൽ VHS സ്കൂളിൽ 11ാം ക്ലാസ് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിന് നടുവിൽ ഈ കുഞ്ഞ് അവനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ബോൾഡായുള്ളൊരു ചെറുക്കനാണ്. കാരണം മാതാപിതാക്കളെ സ്നേഹിക്കുകയും സമൂഹത്തെ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ അടുത്ത് സ്നേഹത്തോടും ബഹുമാനത്തോടും വളരെ തന്നിൽ മൂത്തവരെ ബഹുമാനിക്കുകയും വളരെ ആദരവോട് ഇടപെടുന്ന ഒരു പൈതലാണ് പ്രിയ ബെൻസൺ. കാരണം ഈ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തി അപ്പോസ്തല ചർച്ചിൽ എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ആരാധിക്കുന്ന ആലയത്തിൽ 3 വർഷക്കാലം അവിടെ ചാർജ് ഏറ്റെടുത്തു. ആ സമയത്ത് അത് കുഞ്ഞുങ്ങളായിരുന്നു. വളരെ സമൂഹത്തിന് ഒരു മാതൃകയുള്ള ഒരു കുഞ്ഞാണ്. പല കുടുംബത്തിലെ ഇതേ പ്രായമുള്ള തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കാതെ സമൂഹത്തിന് കൊള്ളരുതാത്തവരായി എന്തെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിക്കുന്ന തലമുറ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മാതൃകാപരമായി ജീവിക്കുന്നൊരു പൈതൽ വളരെ അർത്ഥവത്താകുന്ന ഒരു ജീവിതശൈലിയാണ് ബെൻസൻ്റെ ഭാഗത്തുണ്ടായത്. അത് അവരുടെ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ്. അത്ര ഉത്തരവാദിത്വത്തോടെ ഒരു കളിക്കുടുംബം എന്ന് പറയുന്നത് പോലെ ആ കുടുംബത്തിനകത്ത് വളരെ സന്തോഷകരമാകുന്ന ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. വഴക്കാട്ടെ, ബഹളമാട്ടെ, സംസാര വിഷയങ്ങളാട്ടെ മറ്റൊന്നുമില്ല. എല്ലാ കാര്യം കർത്താവിൻ്റെ ദാസി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പക്വതയും പരിജ്ഞാനത്തോടും ഓരോ കുഞ്ഞുങ്ങളോടും മറ്റുള്ളവരും ഇടപെടുന്ന ഒരു സ്ത്രീയാണ്. നല്ല പ്രാർത്ഥനാക്കാരിയാണ്. നല്ല ആത്മീക കാഴ്ചപ്പാടുള്ളൊരു കുടുംബമാണ്. പക്ഷേ ഒരാളുടെയൊക്കെ ഒരു വിഷയങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വന്നാൽ ഏത് രാത്രിയിലായാലും ഇരുന്നാലും ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നവരെയും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബവും കൂടിയാണ്. അത്രമാത്രം മാതൃകപരമായി സമൂഹത്തിനോട് വിലപ്പെട്ട ഒരു ദൈവദാസൻ്റെ കുടുംബത്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ സംഭവം ഇങ്ങനെ ഉണ്ടാകാൻ കാരണത്തെക്കുറിച്ച് ചില ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നത് കൊണ്ട് ഇവൻ്റെ സഹപാഠികളോടൊക്കെ കണ്ടവരോടൊക്കെ ചോദിച്ചു കാര്യങ്ങൾ ഇതിൻ്റെ വ്യക്തമായുള്ള രൂപരേഖ മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് കാരണം. അപ്പോൾ ഈ കുഞ്ഞ് വിദ്യാഭ്യാസം ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കായികപരമായി വളരെ മെച്യൂറാലിറ്റി പ്രാപിച്ച ഒരു കുഞ്ഞുമാണ്. കാരണം അവന് കായികപരമായി മറ്റ് സ്പോർട്സ് രൂപങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും അവൻ മുൻതൂക്കം കൊടുക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും അവൻ അത്രയും മുൻതൂക്കം കൊടുത്ത് മുൻപോട്ട് പോകുന്ന ഒരു പൈതലാണ്. അപ്പോൾ ഈ VHS സ്കൂളിൽ കടന്നു ചെന്ന സമയം മുതൽ 1-2 ദിവസമല്ല മാസങ്ങളായി ഈ കുഞ്ഞിനെ വളരെയധികം ഭാരപ്പെടുത്തി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകന്മാരാണ് അവിടെ ഉള്ളത്. കാരണം അനില എന്ന് പറയുന്ന ക്ലാസ് ടീച്ചറാകട്ടെ, പ്രീത ബാബു എന്ന് പറയുന്ന സ്ത്രീയാകട്ടെ, ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയാകട്ടെ, ഇവരൊക്കെ നന്നായി ഈ കുഞ്ഞിനെ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അത്രമാത്രം കുഞ്ഞിനെ പീഡിപ്പിച്ചു, അത്രമാത്രം ആ കുഞ്ഞിനെ ഹൃദയത്തിനകത്ത് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മുറിവുകൾ മാക്സിമം അവർ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം അപ്പോൾ അവൻ ജിമ്മിലൊക്കെ പോയി ശരീരമൊക്കെ ഒന്ന് ഇതാക്കി ബോഡി ലെവലൊക്കെ ചെയ്തു അങ്ങനെ കായികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു കുഞ്ഞാണ്. കാരണം
അവൻ്റെ ഓരോ ആക്ടിവിറ്റിയോടും അങ്ങനെയാണ്. ആ സ്കൂളിൽ അവൻ പല വിഷയങ്ങൾക്ക് വേണ്ടി പല കോഴ്സിന് വേണ്ടി പേര് കൊടുത്തു കഴിയുമ്പോൾ ഈ ടീച്ചർമാർ മനഃപൂർവ്വം ഇവൻ്റെ പേര് അവോയ്ഡ് ചെയ്ത് കളയും. പലതിലും ഇതിനകത്ത് പങ്കെടുപ്പിക്കാതെ ഇവനെ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കി പല ദിവസങ്ങളും പല മാസങ്ങളും സ്കൂളിൽ നടക്കുന്ന ഓരോ കായികപരമാകുന്ന ഓരോ കാര്യങ്ങൾ അവൻ്റെ പേര് കൊടുക്കുമ്പോൾ അതിന് മനഃപൂർവ്വം അവനെ ഒഴിവാക്കും. ഒരു ദിവസം എൻ്റെ പിതാവിനോട് പറഞ്ഞു, അപ്പോൾ ഇന്നതുപോലെ സംഭവമുണ്ട്, എൻ്റെ പേരുകളൊക്കെ പല പ്രാവശ്യം എന്നെ ഇത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, എന്നെ ഇതിന് ഒഴിവാക്കുന്നു, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. അപ്പോൾ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി, മക്കളെ വിഷമിക്കണം, നീ ജിമ്മിനല്ലേ പോകുന്നത്, സാരമില്ല, അതൊന്നും നിനക്ക് കിട്ടിയില്ല, വിഷമിക്കണം, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം അവനെ സാന്ത്വനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും മറ്റു കുട്ടികളുടെ കൂടെ അവനും ഓട്ടവും ചാട്ടവും മത്സരത്തിലുമൊക്കെ പങ്കെടുക്കാൻ ഏത് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലാത്ത, കാരണം 16 വയസ്സല്ലേ ഉള്ളൂ, 17ാമത്തെ വയസ്സിലേക്ക് പോകുന്ന കുഞ്ഞല്ലേ, അവനെപ്പോഴും കായികപരമാകുന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ചെറിയ കാര്യമാണോ? കാരണം അവൻ്റെ ശരീര പ്രകൃതിക്ക് അല്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് ഓരോ കുഞ്ഞുങ്ങളും കളി, ചിരി, സന്തോഷം എന്നൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളാണ്. അപ്പോൾ അതിന് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും ടീച്ചർമാരുടെ ഭാഗത്തുനിന്നും അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്കറിയാം, എത്രയോ വികലാംഗന്മാരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ചില ടീച്ചർമാരുടെ കൺട്രോൾ പ്രകാരം ആ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടക്കും. അതുപോലുള്ള കായികപരമാകുന്ന മുന്നേറ്റം പ്രാപിച്ചവരൊക്കെ ലോകത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം ഏത് രീതിയിലാണ് നമുക്കറിയാം, ഓരോ കുഞ്ഞുങ്ങളും പഠിപ്പിക്കുമ്പോൾ ഒരു സ്കൂളിനകത്ത് 40 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികളായിരിക്കും ശരിയായ രീതിയിൽ എല്ലാ രീതിയിലും മാർക്ക് വാങ്ങിച്ച് എല്ലാ രീതിയിലും പഠിക്കുന്നത്. മറ്റ് 35% കുട്ടികളും മറ്റു പല ഇലക്ട്രോണിക് പരമായിട്ടോ കമ്പ്യൂട്ടർ പരമായിട്ടോ ടെക്നിക്കൽ പരമായിട്ടോ പല കാര്യങ്ങളായിരിക്കും അവരുടെ ഹൃദയത്തിനകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ താലന്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. കൊടുത്ത താലത്തനുസരിച്ച് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസം വെച്ച് എല്ലാവർക്കും കളക്ടറാകാനോ എല്ലാവർക്കും മന്ത്രിയാകാനോ എല്ലാവർക്കും ഒരേ ജോലി മാത്രം പ്രവേശിക്കാൻ പറ്റുന്നതല്ല. കാരണം പലരെയും ദൈവം ഓരോരുത്തർക്കും ബുദ്ധിയും ജ്ഞാനവും കൊടുത്തു. അപ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ത് എന്ന് മനസ്സിലാക്കി അവൻ മുൻപോട്ട് പോകുമ്പോൾ ടീച്ചർമാരുടെ ഭാഗത്തുണ്ടാക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ എന്താണ് അവൻ്റെ അഭിരുചി മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും പിന്താങ്ങി കൊടുക്കുകയും ഹൃദയത്തിനകത്ത് വേദനകളുണ്ടാകാതെ മുറിവുകളുണ്ടാക്കാതെ തോൽവികളുണ്ടാകാൻ ജയങ്ങളുണ്ടാകാം അതൊക്കെ കുഞ്ഞുങ്ങളെ തരണം ചെയ്ത് ഓവർകം ചെയ്ത് മുന്നേറുവാനുള്ള സപ്പോർട്ടും സംരക്ഷണവും കൊടുക്കേണ്ടത് വ്യക്തിജീവിതങ്ങളാണ് ഈ ടീച്ചർമാർ എന്ന് പറയുന്ന അധ്യാപകന്മാർ. കാരണം ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ ഗുരുവേ എന്ന് വിളിക്കണമെങ്കിൽ, അധ്യാപകനെ എന്ന് വിളിക്കണമെങ്കിൽ, സാറേ എന്ന് വിളിക്കണമെങ്കിൽ അവരതിന് അത്രയും ബ്രില്യൻ്റ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നൊരു കാര്യം, ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുടെ കൂടെ എല്ലാ കുഞ്ഞുങ്ങളും ഏറ്റവും കൂടുതൽ സഹവാസം നടക്കുന്നത്. കാരണം ഇന്ന് നമുക്കറിയാം, നമ്മൾക്ക് ഓരോ ദേശത്തിലും എൻ്റെ സ്വന്തം സ്ഥലം ഹരിപ്പാട്, ആലപ്പുഴ ജില്ലയാണ്. ഞാൻ പഠിച്ചത് 3 സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കാരണം 4ാം ക്ലാസ് വരെയുള്ള പുലൂത്തറ സ്കൂൾ, ഇന്ന് ഞാൻ ആ പേര് മറക്കത്തില്ല. കാരണം ആ പുലൂത്തറ സ്കൂൾ എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ്. അത് കഴിയുമ്പോൾ മാന്നാർ കരയോഗം സ്കൂൾ, അവിടെ 8ാം ക്ലാസ് വരെയാണ് അവിടുത്തെ സ്കൂൾ. ഞാൻ അവിടുത്തെ ആ കരയോഗ സ്കൂളും അതെൻ്റെ ജീവിതത്തിലൊരു വേണ്ടപ്പെട്ട സ്കൂളാണ്. അവിടുന്ന് നടുവട്ടം എന്ന് പറയുന്ന ഹരിപ്പാടിൻ്റെ ദേശത്തെ ഒരു സ്കൂളുണ്ട്, നടുവട്ടം, അത് ഹൈസ്കൂളാണ്. അപ്പോൾ ഈ 3 സ്കൂളും ഞാൻ ആ ദേശത്ത് എന്തെങ്കിലും ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷം. കാരണം ഞാൻ പഠിച്ചു വളർന്ന എൻ്റെ സമശിഷ്ടങ്ങളുമായി കൂട്ടുകളിച്ചതും കബഡി കളിച്ചതും മറ്റ് കായികപരമായി ഏർപ്പെട്ടതൊക്കെ ഓർമ്മയിൽ എൻ്റെ ചിന്തയിൽ വരും. അത് എല്ലാ വ്യക്തികൾക്കും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു പിടി അനുഭവങ്ങളാണ്. അപ്പം ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് അവരത് കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ്. ഇനി 95 വയസ്സായാലും 100 വയസ്സായാലും ശരി, ആ വ്യക്തി ആ കാര്യങ്ങൾ എപ്പോഴും അവൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന. സ്കൂളിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഞാൻ ആ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർ തന്നെ. ഒരു ടീച്ചർമാരുടെ പേരൊന്നും ആരും പെട്ടെന്നൊന്നും മറക്കത്തില്ല. കാരണം ഇന്നും എനിക്കറിയാം, എന്നെ പഠിപ്പിച്ച ഈ 3 സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഓരോ ടീച്ചറിൻ്റെ പേരും എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. കാരണം അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന. ഇപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ നമ്മളോട് മാതൃകപരമായി പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് ജീവിതത്തിനകത്ത് ലക്ഷ്യബോധത്തിലേക്ക് എത്താൻ തക്കവണ്ണം നമ്മളെ പിന്താങ്ങി ഓവർകം ചെയ്യാൻ തക്കവണ്ണം നമ്മളെ മുന്നിലേക്ക് വിടുന്ന ടീച്ചർമാരുടെ കഴിവ് അത് വളരെ പ്രശംസനീയമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ അത്രമാത്രം സ്ട്രെയിൻ എടുത്താണ് നമ്മളെയൊക്കെ കെയർ ചെയ്യുന്നത്. ഒരു മാതാപിതാക്കൾക്ക് സ്ട്രെയിൻ എടുക്കുന്നതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നത് മുഴുവൻ അധ്യാപകന്മാരാണ്. പക്ഷേ ഈ അധ്യാപകന്മാരുടെ ജീവിതത്തിൽ VHS സ്കൂളിൽ കുറ്റച്ചൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ കുഞ്ഞിനെ പല കാര്യങ്ങൾക്കും അവോയ്ഡ് ചെയ്യും, അതിനെ ഒരു കാരണവശാലും മുൻപോട്ട് പോകാൻ കഴിയാതെ വിദ്യാഭ്യാസത്തിൽ പോലും അവനെ ഇല്ലായ്മ ചെയ്യത്തക്കവണ്ണം ഉള്ള പ്രവൃത്തികൾ ചെയ്തേ. അവൻ പഠിച്ച കാര്യങ്ങളെ അതിനെല്ലാം റിപ്പോർട്ട്
തയ്യാറാക്കി സ്കൂളിൽ ചെന്ന് ഹെഡ് മാസ്റ്ററെ കാണിച്ച് ഹെഡ് മാസ്റ്റർ ഒപ്പിട്ട് ഹെഡ് മാസ്റ്റർ പറഞ്ഞ് നീ പോയി സീലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് സീലെടുക്കാൻ വേണ്ടി ക്ലർക്കിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സീല് കൊടുക്കാതിരിക്കുകയും നിൻ്റെ തന്തയുടെ വകയാണോ ഇതെന്ന് ചോദിക്കുകയും അവനെ മറ്റു ഹിതമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അവനെ വേദനപ്പെടുത്തുകയും ചെയ്യുന്ന ക്ലർക്ക്. എന്തോ ഇതിങ്ങനെയാണ് ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളുടെ സീലെടുക്കാൻ ആരാ പറഞ്ഞോട്ടെ? പ്രിൻസിപ്പാളല്ലേ പറഞ്ഞോട്ടെ? എന്താണ് ക്ലർക്കിന് അതിൻ്റെ മേലാണ് അവകാശമുള്ളത്? ക്ലർക്കിന് ഈ പ്രിൻസിപ്പാളിനെക്കാട്ടി അവകാശം കൂടുതൽ ക്ലർക്കിനാണോ? അപ്പം ഓരോ ആ സീലെടുത്ത് കൊടുക്കുകയും ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരാണ് സ്കൂളിലിരിക്കുന്ന അധികൃതർ. വിദ്യാഭ്യാസ മേഖലയിലിരിക്കുന്ന എല്ലാ അധികൃതരും അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. നോക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ സ്കൂളിനകത്ത് അവർക്ക് അവകാശമുണ്ട്. കാരണം അവർക്ക് അവകാശമുള്ള സ്കൂളുകളാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ സ്കൂളുകൾക്കും സകല കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ്. കാരണം എന്താ? അവർ പഠിക്കുന്ന സ്കൂൾ അത് അവർക്ക് അവകാശമാണ്. സ്കൂൾ അധികൃത അവകാശത്തേക്കാൾ കൂടുതൽ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവകാശമാണ്. കാരണം എന്താ? അവരുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരുപിടി അനുഭവങ്ങളാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് അവരുടെ അവകാശപ്പെട്ട സ്കൂളാണ്. ആ അവകാശപ്പെട്ട സ്കൂളിനകത്ത് അവരുടെ പഠനത്തിന് തടസ്സമായി ഇതുപോലുള്ള അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വീഴ്ചകൾ സംഭവിച്ചാൽ ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. ചോദിക്കട്ടെ, ആ കുഞ്ഞിനെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുത്തുവാണ്ടൊക്കെ മാസങ്ങൾ കൊണ്ട് പരിശ്രമങ്ങൾ നടത്തിയ അനില എന്ന് പറയുന്ന ടീച്ചറും പ്രീത ബാബു എന്ന് പറയുന്ന ടീച്ചറും പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയും ഇവരൊക്കെ കൂടി ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രമാത്രം ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഉചിതമല്ലാത്തൊരു തീരുമാനം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എടുക്കണമെങ്കിൽ അത്രമാത്രം ആ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് ഇവർ വിഷം കുത്തിവെച്ച് അവനെ മുറിവിൻ്റെ ആഴങ്ങളിലേക്ക് അവനെ ഒരിക്കലും മുറിവുണങ്ങാൻ പറ്റാത്തൊരു മുറിവ് അവൻ്റെ ഹൃദയത്തിനകത്ത് കൊടുത്തത് കൊണ്ട് മാത്രമല്ലേ ഇവൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ഇല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ അടുത്തിരിക്കുന്ന സ്വന്തം പൈതൽ രാത്രി 12 മണിക്ക് അവൻ സ്വന്തം മാതാവിനെ വിട്ടു 2.5 കിലോമീറ്റർ 2.5-3 കിലോമീറ്റർ അടുത്തുള്ള ഈ കുറ്റിച്ചൽ എന്ന് പറഞ്ഞ സ്കൂളിൽ രാത്രി 12 മണിക്ക് പോകാനും അതിൽ ചാടി അകത്ത് കടക്കുവാനും അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യുവാനും ഇത്രമാത്രം ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിനകത്ത് മുറിവും ആഴത്തിലേറ്റത് കൊണ്ട് മാത്രമല്ല ഈ സ്കൂളിൽ ഇവന് അനുഭവിച്ച ദുരിതങ്ങൾ ഇനിയൊരു കുട്ടികൾക്ക് വരാതിരിക്കാനും ഇത് ഇനി മേലാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കരുതി കൂട്ടി ഒരു പക്ഷേ അവൻ്റെ ഹൃദയത്തിനകത്തേറ്റ മുറിവിൻ്റെ ആഴം മനസ്സിലാക്കിയാൽ അവനൊരിക്കലും അത് അംഗീകരിക്കാനോ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളുവാനോ പറ്റാത്ത രീതിയിൽ അവൻ്റെ മുറിവ് അവൻ്റെ ഹൃദയത്തിൽ ഏറ്റത് കൊണ്ട് മാത്രമല്ലേ ഈ കൊച്ചു പൈതൽ 20 വയസ്സ് പോലും തികയാത്ത ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു വിഹിതമല്ലാത്തൊരു തീരുമാനമെടുക്കാൻ ആഴമായത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധ്യാപകന്മാർ കുഞ്ഞുങ്ങളെ കൊല്ലുവാനല്ല ശ്രമിക്കേണ്ടത്. ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അഭിരുചി മനസ്സിലാക്കി അവരെ പഠനത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി അവരെ ആത്മീകത്തിലും ഭൗതികത്തിലും നിലനിർത്തി രാജ്യത്തിനു വേണ്ടി നിലനിൽക്കത്തക്കവണ്ണം നാളത്തെ ഭാവിയുടെ വാഗ്ദാനമാണ്, നമ്മുടെ ഇന്ത്യയുടെ വാഗ്ദാനത്തെയാണ് നിങ്ങൾ തച്ചുടയ്ക്കുന്നത്. വാസ്തവത്തിൽ ഈ നമുക്കറിയാം ഇന്ത്യൻ ശിക്ഷാ വകുപ്പ് അനുസരിച്ച്, നമ്മുടെ പീനൽ കോഡിൻ്റെ ശിക്ഷാ വകുപ്പ് അനുസരിച്ച് ഒരു വ്യക്തിയെ കൊല്ലുവാൻ തക്കോണം പ്രേരണ നടത്തി കൊന്നാൽ ആ പ്രേരണ നടത്തി കൊന്ന വ്യക്തികൾ അതേ ശിക്ഷ തന്നെ തൂക്കുകയറ് തന്നെ കൊടുക്കേണ്ട നിയമമുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പം എത്രയും നാളത്തെ പ്രേരണയുടെ ഫലമായിട്ടാണ് ഈ കുഞ്ഞ് ഈ പ്രവൃത്തി ദാരുണമാകുന്ന ഈ അന്ത്യത്തിൻ്റെ ചങ്ങലകൾ വലിച്ചത്. എന്തുകൊണ്ട്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാകുന്ന അധ്യാപകന്മാരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളാണ്. അവൻ്റെ സഹപാഠികൾ കൂടെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളിൽ കൂടെ കേൾക്കുമ്പോൾ പല പ്രാവശ്യം ഇവന് മാത്രമല്ല പല കുട്ടികൾക്കും ഈ ക്ലർക്ക് എന്ന് പറഞ്ഞ ആറോണ സ്കൂളിൽ അവിടുന്ന് സസ്പെൻഷൻ വാങ്ങിച്ചു അവിടുന്ന് വന്ന ഈ അധ്യാപകൻ ഈ ക്ലർക്ക് ഇങ്ങനെ ഇത്രമാത്രം ഏത് സ്കൂളിൽ ചെന്നാലും അവൻ്റേതാകുന്ന ഒരു വിഷയങ്ങൾ ആ സ്കൂളിൽ ഉണ്ടാക്കി അവിടുന്നൊക്കെ മാറ്റി വിട്ട് കുറ്റിച്ചൽ സ്കൂളിൽ വന്നു ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മരണത്തിന് വരെ ഹേതുവാക്കി തീർന്നു. ചോദിക്കട്ടെ, ഇവർ ഈ കാണിക്കുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ഇന്ന് നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും ഇവർക്ക് സംഭവിക്കത്തില്ല എന്ന് ഇവർക്ക് വളരെ നിശ്ചയദാർഢ്യമായി അവർ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് ഒരു സസ്പെൻഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിടത്തോട് ട്രാൻസ്ഫർ കൊടുത്താലും ഇപ്പോൾ അവിടെ ചെന്നാലും അത് തന്നെ ചെയ്യുള്ളൂ.
ഇതിന് തക്കതായ ശിക്ഷ ഇവർക്ക് കൊടുക്കണം. വാസ്തവത്തിൽ പറഞ്ഞാൽ ഇതിന് തൂക്കുകയർ തന്നെ കൊടുക്കണം. കാരണം ഇനി മേലാൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യും. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിനെ പട്ടിക്കൂടിലിട്ട് അടച്ച ടീച്ചർമാരും ഒരു കുഞ്ഞിനെ വെയിലത്തു നിർത്തി അവന് പകൽ മുഴുവൻ വെയിൽ കൊണ്ട് കുഴഞ്ഞ് വീണ് അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വഴിമത്തി വെച്ച് മരിച്ച സംഭവങ്ങളും പലതും നമുക്കറിയാം. ഒരു കന്യാകസ്ത്രീ ഒരു കുഞ്ഞിനെ, ഒരു പെൺകുട്ടിയെ ചൂരവടി കൊണ്ടാണ് എന്തോ വടി കൊണ്ട് അടിച്ച് ശരീരം മുഴുവൻ അടിച്ച് പൊട്ടിച്ച് കരുനീരിച്ച് കിടന്ന അവസ്ഥകൾ നമുക്കറിയാം. ഇതൊക്കെ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അധ്യാപകന്മാർ കുഞ്ഞുങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുക, അവരുടെ വിദ്യാഭ്യാസത്തിനും അവരെ കായികപരമാകുന്ന ഓരോ കാര്യങ്ങളും അവരെ മുൻപോട്ട് വിട്ട് അവരെ നല്ല രീതിയിൽ മെച്ചുറാക്കി എടുക്കേണ്ട ഈ അധ്യാപകന്മാർ ഭാഗത്തും ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ എന്താ ചെയ്യുക? കുഞ്ഞുങ്ങൾക്ക് പഠിക്കണ്ടേ? കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടേ? ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസം ചെയ്തിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രവൃത്തികൾ കാണിക്കുന്നത് എന്താ? ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് വേണ്ട ആഭ്യന്തര മന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇതിന് മാന്യമായ രീതിയിൽ അതിനുള്ള ശിക്ഷാ നടപടി നടത്തിയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ നാളെയും അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറാൻ ഈ അധ്യാപകന്മാർ മുൻകൈ എടുക്കും. ഇവർക്കതൊരു വിഷയമല്ല. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്നത് സ്കൂൾ അധികൃതർ ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കും. ഞാൻ പറയട്ടെ, എനിക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് എൻ്റെ വൈഫ് ഒരു ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും അവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വിട്ടു. ചില നാളുകൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങളിലെ പഠിക്കുന്ന കാര്യത്തിൽ ചില ശ്രദ്ധ ചിലപ്പോൾ വന്നില്ലായിരിക്കും. പക്ഷേ അവിടെ ഞാൻ ടീച്ചർ ഒരു ദിവസം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കൊള്ളാം, എനിക്ക് എൻ്റെ ഫീസ് കിട്ടണം. അപ്പം അവരുടെ കാൽക്കുലേഷൻ എന്താണ്? നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ ഫീസ് കിട്ടിയാൽ മതി എന്ന് പറയണമെങ്കിൽ അവരുടെ ചിന്താഗതി എന്തായിരിക്കും? അവരുടെ കാൽക്കുലേഷൻ എന്തായി? അതുപോലെ തന്നെ മറ്റൊരു ട്യൂട്ടോറിലൊക്കെ എൻ്റെ കുഞ്ഞിനെ 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് അവനെ അവിടെ സ്കൂളിൽ കൊണ്ട് വിടുന്ന സമയത്തും ഒരു വിഷയത്തിനെടുക്കുന്നത് 800 രൂപയാണ് ഒരു വിഷയത്തിന് എടുക്കുന്നത്. അപ്പോൾ 4 വിഷയങ്ങൾ അവരെടുക്കുന്നത് 4×8 32 3200 രൂപ അവർ വാങ്ങുന്നുണ്ട്. പക്ഷേ പഠിക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായാൽ ഉടനെ അവരും പറഞ്ഞ അതിൻ്റെ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചാലും കൊള്ളാം പഠിച്ചില്ലെങ്കിലും കൊള്ളാം, എനിക്ക് എൻ്റെ ഫീസ് കറക്റ്റായിട്ട് കിട്ടണം. അവർ 28ാം തീയതി വൈകുന്നേരം അവർ വിളിക്കും, 1ാം തീയതിക്ക് മുന്നേ അവർക്ക് കാശ് അവരുടെ കയ്യിലെത്തണം. അപ്പോൾ ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ ഇവരെയൊക്കെ അടുക്കൽ ഒരു കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാൻ അയക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഒരു കുഞ്ഞിനെ പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെതാകുന്ന താഴ്മയും എളിമയും ആ കുഞ്ഞിൻ്റെ അഭിരുചി മനസ്സിലാക്കി അവരെ ആത്മീകത്തിലും ഭൗതികത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ടീച്ചർമാർക്ക് മാത്രമേ ഒരു കുഞ്ഞിനെ നല്ല സമൂഹത്തിന്, ഒരു രാജ്യത്തിന് മുൻപിൽ ഒരു പൗരനാക്കി, ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി, ഒരു സമൂഹത്തിന് വേണ്ടി കൊള്ളാവുന്നവനായി തീർക്കുവാൻ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇനി ഞാൻ പറയട്ടെ, കൂടുതൽ 1-2 വർഷം കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഈ ബെൻസൺ എന്ന് പറഞ്ഞ കുഞ്ഞ് ഒരു പക്ഷേ VHS സ്കൂളിന് ഒരു അഭിമാനമായി തീരുന്നുണ്ട്. കാരണം അത്രമാത്രം കായികപരമായിട്ട് അവൻ മെച്യൂറാലിറ്റി പ്രാപിച്ചൊരു പയ്യലാണ്. അപ്പോൾ അവൻ ഓട്ടത്തിലാകട്ടെ ചാട്ടത്തിലാകട്ടെ ഒളിമ്പിക്സിലാകട്ടെ എന്തിലും ചെന്നാൽ ഒരു പക്ഷേ നമ്മുടെ കുറ്റിച്ചില്ല തന്നെ ഒരു അഭിമാനമാകേണ്ട പൈതലെയാണ് ഈ ടീച്ചർമാർ മുഖേന ഈ കുഞ്ഞിനെ ഈ ലോകത്തൊന്നും മാറ്റപ്പെടുത്തുവാനുള്ള വിഷയങ്ങളുണ്ടാക്കി. നമ്മൾ ചിന്തിക്കണം, ഇത് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? അത്രമാത്രം ട്രെയിനിങ് കൊടുത്തവരല്ലേ ഇവർ? ചുമ്മാതെ പണത്തിൻ്റെ പേര് പണം കെട്ടിവെച്ചപ്പോൾ ജോലി വാങ്ങിച്ച് കൊടുത്ത് വിട്ടവരാണ്. ശരിക്കും TTC പഠിക്കുകയും അത് ഓരോ കുഞ്ഞുങ്ങളെ ഓരോ ക്ലാസ്സുകളിൽ ഓരോ കുട്ടികളെയും 10-30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അവരെ അതിൻ്റെ രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് ടീച്ചർമാർ. അല്ലാതെ ചുമ്മാ ഇങ്ങോട്ട് വന്ന് രാവിലെ മുതൽ വയ്യോളം ഇരുന്ന് എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ട് വെച്ചിട്ട് അങ്ങ് വീട്ടിൽ പോകുന്നതല്ല. അങ്ങനെയൊന്നും അല്ല. കാരണം ഓരോ കുഞ്ഞുങ്ങളെയും, കാരണം ഈ കുഞ്ഞുങ്ങളെ നാളത്തെ ഭാവി അവരുടെ ചിന്തയിൽ, അവരുടെ ഓർമ്മയിൽ ഒരു നന്മയുടെ ഓർമ്മ അവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളുടെ പേരാണ് ടീച്ചർമാർ. നല്ല കഥകളായി, നല്ല കവിതകളായി, മറ്റു പല കാര്യങ്ങളും ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കി. ചില കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യത്തിന് ചിലപ്പോൾ 5 കുട്ടികൾ 30-40 കുട്ടികൾ പഠിക്കുന്ന 5 കുട്ടികൾ നന്നായി പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും ശ്രദ്ധയുണ്ടാക്കുന്നത്. ചിലർക്ക് കായികപരമായിട്ടുള്ള അഭിരുചിയായിരിക്കും, ചിലർക്ക് പാട്ട് പാടുക, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എനിക്കറിയാം. കാരണം പണ്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിന് എപ്പോഴും പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്. എന്ത് ചെയ്തു? അപ്പം ആ ടീച്ചർ ഒരു പരിപാടി ചെയ്ത് എന്ത് ചെയ്തു? പാട്ടിൽ കൂടെ വാക്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പാട്ടിൽ കൂടെ വാക്യങ്ങൾ പഠിപ്പിച്ച് വാക്കുകളും അക്ഷരങ്ങളും പഠിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് അക്ഷരങ്ങൾ
പഠിച്ചു ആ പാട്ട് രീതിയിൽ ആ കുഞ്ഞത് പഠിച്ച് കൃത്യമാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ അഭിരുചിയുണ്ട്, ഓരോ കുഞ്ഞുങ്ങൾക്കുമുണ്ട്. അതിൻ്റെ കായികപരമാകുന്ന രീതിയിലായിക്കോട്ടെ, ഏത് ആത്മീകപരമാകട്ടെ, ഭൗതികപരമാകട്ടെ, അങ്ങനെ ഏതെല്ലാം വിഷയങ്ങൾ അവരുടെ ജീവിതത്തിനകത്തുണ്ടോ അത് ഒരു കുഞ്ഞിനെ പല പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ അവൻ്റെ നോട്ടത്തിൽ കൂടെ, ചലനത്തിൽ കൂടെ, അവൻ്റെ ചിന്തയിൽ കൂടെ, അവൻ്റെ വർത്തമാനത്തിൽ കൂടെ, അവൻ്റെ പല രീതിയിൽ കൂടെ ടീച്ചർമാർക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില കുട്ടികൾ സ്കൂളിൽ വന്നാൽ മിണ്ടത്തില്ല. ചില കുട്ടികൾ സ്കൂളിൽ വന്ന് ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ചോദ്യം ചോദിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഏറ്റവും കൂടുതൽ ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് അറിവ് നേടുവാനാണ്. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് അത് ടീച്ചർ കേൾക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. ചില കുഞ്ഞുങ്ങൾക്ക് കേട്ടാലും പഠിച്ചാലും മനസ്സിലാകാത്തതുണ്ട്. അപ്പോൾ എന്നും പറഞ്ഞ് ഇവരെയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. പഠിക്കാത്ത കുഞ്ഞുങ്ങളെ കേട്ടാൽ അനുസരിക്കാതെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അവരെയും നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് കൂട്ടിക്കൊണ്ടുപോകണം. അവരെയും അതിനകത്ത് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരെ നല്ല മെച്ചുറാലിറ്റിയിൽ ആക്കിയെടുത്ത് അവർ നല്ലൊരു സമൂഹത്തിലൊരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുമ്പോൾ ജീവിതകാലം മുഴുവൻ അവർ വിവാഹം കഴിച്ചു, അവരെവിടെയൊക്കെ പോയാലും ശരി എന്നും ആ ടീച്ചർ അവരുടെ ജീവിതത്തിലൊരു ഒരുപടി ഓർമ്മയായിരിക്കും. ആ ടീച്ചറെ എന്ന് കണ്ടാലും ഒരു ബഹുമാനത്തോടെ, ഒരു സ്നേഹത്തോടെ, ഒരു താഴ്മയോടെ അവരുടെ അടുത്ത് ഓടിച്ചെല്ലും. ഇനി എവിടെ വെച്ച് കണ്ടാലും, ഇനി അങ്ങ് കിളവിയായി പോയാലും മരണത്തിൽ കിടക്കുന്ന സമയത്ത് ടീച്ചറെ ഞാനാണ് ഇന്ന സ്കൂളിൽ എന്നെ പഠിപ്പിച്ച. അപ്പം അതെന്താണ്? അത് എന്നും നമ്മുടെ ജീവിതത്തിനകത്ത് സൂക്ഷിക്കേണ്ട ഒരു ഓർമ്മയാണ്. പക്ഷേ ഇതെന്താണ് സംഭവിച്ചത്? ഈ അധ്യാപകന്മാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് അവനെ കൊന്ന് അവനെ കുഴിച്ചു മൂടത്തക്കവണ്ണം ഉള്ള പ്രവൃത്തി ഈ ടീച്ചർമാരുടെ ഭാഗത്തുണ്ടോ? ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതങ്ങൾ അതിന് അർജൻറ്റായും അത്യാവശ്യമായും അതിന് തർജ്ജിമ ചെയ്തേ പറ്റുള്ളൂ. ഇവരിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ മരണശിക്ഷയ്ക്ക് യോഗ്യനായിരിക്കും. പ്രേരണ ചെയ്താണ് ഒരു കുഞ്ഞിനെ കൊന്നത്. അതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഒരിക്കലും അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഇതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും അതിന് നിയമപാലകന്മാരും അതിന് തക്കതായ ശിക്ഷകൾ അവർക്ക് കൊടുക്കണം. ജയിൽവാസം തന്നെ ഇവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അത്രമാത്രം നികൃഷ്ടമാകുന്ന ഒരു പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് ഏതൊക്കെ ടീച്ചർമാരായാലും ഏതൊക്കെ പ്രിൻസിപ്പാളായാലും ശരി, ഇതിനകത്ത് ആരൊക്കെ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ അതിന് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ അരങ്ങേറും. അതുകൊണ്ട് വേഗത്തിൽ ഇതിനുള്ള പരിപാടികൾ തീരുമാനങ്ങൾ എടുത്ത് ഇനിയുള്ള കുട്ടികൾക്കും പല കുട്ടികൾക്കും ആ സ്കൂളിനകത്ത് ഈ ക്ലർക്കിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്. പല കുട്ടികൾക്കും പുറത്ത് പറയാൻ പറ്റും. തന്തയ്ക്ക് തള്ളയ്ക്ക് വിളിക്കുക, ഉപദ്രവിക്കുക, കുത്തിനെ പിടിക്കുക, ശരീരത്തെ പിടിക്കുക, പല ദുഷിച്ച പ്രവൃത്തികൾ ആ മനുഷ്യനോട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു പോംവഴി എന്തായാലും അധികൃത ഭാഗത്തു നിന്ന് ഉണ്ടായേ പറ്റുള്ളൂ. ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊരു പോംവഴി ഇല്ല. ഇനിയും അനേക കുഞ്ഞുങ്ങൾ ഇതുപോലെ മാനസികമായി തകർന്ന് തരിപ്പണമായി പോകും. സമൂഹത്തിന് നിലനിൽക്കാൻ പറ്റാത്തവണ്ണം മദ്യത്തിനോ മയക്കുമരുന്നിനോ പാപത്തിൻ്റെ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോകും. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായ സാന്ത്വനങ്ങളും സ്നേഹവും സമാധാനവും ഈ സ്കൂളിൽ കൊടുത്തില്ലെങ്കിൽ അവരുടെ സമാധാനത്തിന് വേണ്ടി മദ്യത്തെ മയക്കുമരുന്നിനെയൊക്കെ ആശ്രയിച്ച് സമൂഹത്തിനകത്ത് കൊള്ളരുതാത്തവർ കത്തിക്കുത്തി നടത്തുന്ന നമുക്കറിയുന്ന സമൂഹത്തിൽ അനേക കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമ മാതാപിതാക്കൾക്കും സമൂഹത്തിനും സ്കൂളുകൾക്കും സ്കൂളിലെ കൂട്ടുകാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിന് നടുവിൽ അനേക കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വേഗത്തിൽ ഇതിനൊരു തീരുമാനമെടുത്ത് അതിൻ്റെ നിലനിൽപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ഇനിയെങ്കിലും നശിപ്പിക്കാതിരിക്കാൻ ടീച്ചർമാർ വളരെ കെയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. ഈ ടീച്ചർമാർക്ക് നന്നായി ശിക്ഷ കൊടുത്തിരിക്കണം. അത് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വാക്കുകൾ ഞാനിപ്പോൾ ഇവിടെ ഉപസംസ്കരിക്കുന്നു. കേൾക്കുന്ന വ്യക്തിജീവിതങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. കാരണം ഇത് ഇനി മേലെ ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ടീച്ചർമാർ ആരാണെന്നും അവർക്ക് എന്താണെന്നും ശരിയായ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്തിട്ടല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കാൻ കയറിൽ അവർക്ക് എടുക്കേണ്ട ഉത്തരവാദിത്വം കൃത്യമായി അവർ ഏറ്റെടുത്തിട്ടല്ലാതെ ഒരിക്കലും ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.